ഈ മുണ്ടക്കൈ ചൂരൽമല വാർഡിൽ പരാജയപ്പെട്ടല്ലോ പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം അവിടുത്തെ വാർഡ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തൊരു നടപടിയിലേക്ക് എത്തി എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് ഇതിനകത്ത്? അല്ല, കേരളത്തിൽ ആകമാനം അഭൂതപൂർവമായൊരു വിജയമാണ് UDF-നും മുസ്ലിം ലീഗിനും ഉണ്ടായത്. UDF-ന്റെ വിജയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 865 സീറ്റാണ് ലോക്കൽ ബോഡികളിൽ മുസ്ലിം ലീഗിന് വർദ്ധിച്ചത്. ഒരു കാലത്തും ലീഗിന് കടന്നു ചെല്ലാൻ പറ്റാത്ത തെക്കൻ ജില്ലകളിലെ പല മേഖലകളിലും മുസ്ലിം ലീഗിന് വലിയ വിജയമുണ്ടായി. ആ വലിയ വിജയത്തിനിടക്ക് ചെറിയ ഇതുപോലുള്ള പ്രാദേശികമായ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് കുഴപ്പമെങ്കിലും പാർട്ടി അതിനെക്കുറിച്ച് ഗൗരവമായി നിലപാടുകൾ എടുക്കും. ബാലന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള വിവാദം തുടരുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഷാജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ബേപ്പൂരിൽ റിയാസിനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമോഫോബിയ പരത്തുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്കറിയാലോ. സഖാവ് AKജിയും കൃഷ്ണപിള്ളയും EMS ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ്. അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കിപ്പോ ഇതുപോലെ തരം താണ വർഗീയത പറയാതെ നിലനിൽപ്പില്ല എന്നുള്ളിടത്തേക്ക് അവരെത്തിച്ചു. ആ പാർട്ടി എത്തിയ അധപതനത്തിന്റെ അഗാധതയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മാറാടൊക്കെ പറയുന്നത് ബേപ്പൂരിൽ റിയാസൻ ചെയ്യിക്കാനാണെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും അല്ല, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ കാണുന്ന സൗഹാർദ്ദവും സമാധാനവും ഇല്ലാതായി ഒരു ഭീകരത സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ല, ഇന്ത്യയിൽ എവിടെയും അധികാരത്തിലെത്തില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക, ഭീകരത സൃഷ്ടിക്കുക, ജനങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര വിശ്വാസവും സൗഹാർദ്ദവും തകർക്കുക, അങ്ങനെ ഒരു അരാജകത്തിന്റെ സൃഷ്ടിയിലൂടെ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാൻ എന്ന മിഥ്യാധാരണയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് അവർ വശംവദരാകുന്നത്.